കടുവ വേലായുധനെന്ന് കേട്ടാൽ ഏതൊരു മനുഷ്യനും ഒന്ന് കരുതും. ഒരു 6-6.5 അടി പൊക്കം, അതിനൊത്ത ശരീരവും ശക്തിയുമുള്ള ഒരു മനുഷ്യരൂപം. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു മനുഷ്യജീവിയായിരുന്നു കടുവ വേലായുധൻ. ദാരിദ്ര്യവും പട്ടിണിയും കൊടികെട്ടി വാഴുന്ന ഒരു കാലത്ത് അരച്ചാൻ വയറു നിറയ്ക്കാനായി ആനച്ചോറ് തേടിയിറങ്ങിയ ഒരു ബാലൻ. ഒരുപക്ഷെ അന്ന് ആ ബാലൻ പോലും കരുതിയിട്ടുണ്ടാവില്ല പിൽക്കാലത്ത് ആനപ്പണിയിലെ ദ്രോണാചാര്യരായി അവൻ മാറുമെന്ന്. ഇന്നത്തെ പോലെ ഒന്ന് വെളുക്കുമ്പോൾ ഒന്നാം ചട്ടക്കാരൻ എന്നായിരുന്നില്ല അന്ന്. ആനയെ അറിഞ്ഞ് തൻ്റെ ഗുരുക്കന്മാരിൽ നിന്നുള്ള അറിവുകൾ ഹൃദയസ്ഥമാക്കി വർഷങ്ങൾ നീണ്ട ഒരു യാത്ര തന്നെ ആയിരുന്നു അത്. അതിൽ പൂർണ്ണമായും വിജയിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു കടുവ വേലായുധൻ. 100-ൽ പരം കരിവീരന്മാരെ കൈപിടിച്ച് നടത്തിയ വേലായുധൻ കൊണ്ടു നടന്നതെല്ലാം ഒന്നിനൊന്ന് കേമന്മാരെ. ഒരാന കയറിയാൽ പോരാ, പലയാന കയറണം. പലയാന കയറിയാൽ പോരാ, കൊലയാന തന്നെ കയറണം എന്ന പഴമൊഴി പോലും വേലായുധന് വേണ്ടിയാണെന്ന് തോന്നിപ്പോകും. അതിലെടുത്തു പറയേണ്ടതും വേലായുധൻ്റെ ജീവിതകഥയിൽ മാറ്റി നിർത്താൻ പറ്റാത്തതുമായ ഒരു ഗജ തെമ്മാടിയാണ് വാഴയിൽ കൊച്ചയ്യപ്പൻ. അവനിൽ നിന്ന് തന്നെ തുടങ്ങാം വേലായുധൻ്റെ ജീവിതം.